അപ്പോൾ എങ്ങനെയാ ഇന്നൊരു കുക്കിംഗ് വ്ളോഗായാലോ? അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് എന്നാന്ന് വെച്ചാൽ ആദ്യമേ മുട്ട പൊരിക്കണം, പിന്നെ ദോശ ഉണ്ടാക്കണം. ഫസ്റ്റ് മുട്ട മാത്രം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നാളത്തേക്കുള്ള മാവിരിപ്പുണ്ട്. അപ്പോൾ രാത്രിയിൽ ഈ ദോശയും മുട്ടയൊക്കെ കഴിക്കുന്നത് എന്തോ എനിക്കൊരു പ്രത്യേക ഒരു തട്ടുകട ഫീല് തോന്നും. അപ്പോൾ അന്നേരം ഞാൻ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് മുട്ടയും ഉണ്ടാക്കി, കുറച്ച് തക്കാളിയും സവാളയും പച്ചമുളകും കുരുമുളകൊക്കെ ഇട്ടിട്ട് ഞാൻ ആദ്യമേ വട്ടത്തിലുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അത് ഫ്ലോപ്പ് ആയതുകൊണ്ട് ഞാനിങ്ങനെ ചിക്കിയെടുത്തു. ടേസ്റ്റ് ചെയ്തിട്ട് നൈസാട്ടോ. ഇച്ചിരി ഉപ്പ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ നൈസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ടേസ്റ്റ് വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഒറ്റയ്ക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഒരു ടേസ്റ്റ് ആയാലും മതി. അപ്പോൾ അതിന് ശേഷം ഞാൻ ദോശ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം ഇതാണ് കേട്ടോ മാവ്. അതിൽ നിന്ന് നമുക്ക് ഇച്ചിരി എടുത്തിട്ട് വേണം, ഇച്ചിരി ഉപ്പിട്ടിട്ട് വേണം ഉണ്ടാക്കാൻ. ഒരു 2-3 ദോശയെ ഉണ്ടാക്കുന്നുള്ളൂ. എനിക്ക് വേറെ ചപ്പാത്തി ഉണ്ടാക്കാൻ മേലാത്തത് കൊണ്ട് ഇത് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് കഴിക്കാനൊരു കൊതി. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പം അങ്ങനെ ദോശയും മുട്ടയും പിന്നെ മീൻകറി ഇരിപ്പുണ്ട്. മീൻകറിയും കൂടെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ദോശയും മീൻകറിയും കൂടെ കഴിച്ചിട്ടുണ്ട്. ദോശയും മുട്ടയും സാമ്പാർ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ ഒരു കോമ്പിനേഷൻ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട് റിസൾട്ട്. നല്ലതാവാനാണ് വഴി എന്നാണ് എൻ്റെ ഒരിത്. ഇത് KSFBയുടെ പ്ലേറ്റ് ആട്ടോ. ഒരുപാട് വർഷമായി, അതായത് എനിക്ക് അത്യാവശ്യം ഒരു ബോധം വന്നപ്പോൾ തൊട്ട് ഞാൻ കാണുന്നൊരു പ്ലേറ്റാണ്. KSFBന്ന് പണ്ടെപ്പോഴോ കിട്ടിയാണ്, സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുട്ട ഓരോന്നായിട്ട് എടുത്ത് കഴിക്കാറുണ്ട്. കാരണം എപ്പോഴും ഒന്നും അങ്ങനെ മുട്ട ഉണ്ടാക്കാറില്ല. ഇപ്പം ഉണ്ടാക്കിയത് എന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോഴത്തേനും മുട്ടയെല്ലാം അവിടെ താഴ്ത്ത് വീണു. ആ കവറിലായതുകൊണ്ട് വെളിയിൽ പോയില്ല. അപ്പോൾ അതെടുത്ത് ഞാൻ 2 മുട്ട എടുത്ത് പൊട്ടിച്ചുണ്ടാക്കിയതാണ്. ഇതാണ് മീൻ കറി. ഇച്ചിരി മീൻ ചാറും. ഞാൻ ഒരുപാട് മീൻ കറി കൂട്ടാറില്ല കേട്ടോ. ഇച്ചിരി മീൻ കഷ്ണവും മീൻ ചാറും പിന്നെ മുട്ടയും ദോശയും. നല്ല കോമ്പിനേഷൻ. വാവും, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് തോന്നി. അപ്പോൾ അങ്ങനെ ടേസ്റ്റ്, ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ദോശയും മുട്ടയും കൂടെ ദോശയും മീൻ കറിയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വാവ്, നൈസായിരുന്നു. ഇപ്പം കണ്ടിട്ട് എനിക്ക് കൊതി വരുന്നു. ഓക്കെ, ഒന്നാമത് വിശപ്പും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ചു. അതിനനുസരിച്ച് കാപ്പി കുടിച്ചു. അതിനുശേഷം ഒരാൾ വന്ന് നിൽക്കണയാണ്. നോക്കൂ, ഇതാണ് സ്നൂപ്പി. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുള്ളതാണ്. അങ്ങനെ പുള്ളിക്കാരി വന്നൊരു വിസിറ്റൊക്കെ നടത്തി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. ബൈ.